ഹലോ നമസ്കാരം. നമ്മളുടെ GM ഡയറ്റിന്റെ ഡേ 2 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡേ 1 കാണാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ GM ഡയറ്റ് സീരീസ് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണണം, ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡേ 1ന്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കാർട്ടിൽ ഇട്ടിട്ടുണ്ട്, അത് എടുത്തിട്ടൊന്ന് കാണാം. പിന്നെ നമ്മൾ ഇന്നലത്തെ ഫുൾ ഡേ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഇന്ന് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറികൾ മാത്രം കഴിച്ചിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്നലെ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ടായിരിക്കണം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പൊ ഞാൻ ഓൾറെഡി ഇന്ന് എക്സസൈസ് ചെയ്തോട്ടെ, അതിനുശേഷമാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ GM ഡയറ്റിൽ എന്തായാലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നിർബന്ധമാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു ഫിസിക്കൽ ആക്ടിവിറ്റി നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇനി എന്തായാലും പുതിയ എക്സസൈസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യരുത് കേട്ടോ. ഇത്ര നാളും നിങ്ങൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുക, അല്ലാത്തവർ പുതുതായിട്ടൊന്നും ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. കാരണം നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ എക്സസൈസ് തുടങ്ങുമ്പോൾ ജോയിന്റ് പെയിൻ ഉണ്ടാവും, പിന്നെ നന്നായിട്ട് വയ്യായ തോന്നും, ഒരു ടയർഡ്നെസ് തോന്നും. അതുകൊണ്ട് പുതുതായിട്ടൊന്നും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണ്ട. എക്സസൈസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രിസ്ക് വാക്ക് എടുക്കുക, ഇല്ലെങ്കിൽ എന്താ വീട്ടിൽ സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങാം. രാവിലെയും വൈകിട്ടൊക്കെ ഒരു 5-6 വട്ടം ആ സ്റ്റെയർ കേസ് ഒന്ന് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും ആക്ടിവിറ്റി നമുക്ക് മതി. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ വെജിറ്റബിൾസ് മാത്രം കഴിച്ചിട്ടൊരു ദിവസമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മള് രാവിലെ എന്തായാലും ഉരുളൻകിഴങ്ങ് കഴിക്കണം, നിർബന്ധമാണ്. പക്ഷെ രാവിലെ മാത്രം കഴിക്കാൻ പാടുള്ളൂ, അതിനുശേഷം ഉരുളൻകിഴങ്ങ് കഴിക്കാനേ പാടില്ല. ബാക്കിയുള്ള പച്ചക്കറികൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ രാവിലെ ഉരുളൻകിഴങ്ങ് കഴിക്കാൻ നിർബന്ധം പറയണേന്ന് വെച്ചാല് നമ്മൾ ഇന്നലെ ഫുള്ള് ഫ്രൂട്ട്സ് അല്ലേ കഴിച്ച്, അപ്പൊ നമുക്ക് നമ്മളുടെ ബോഡിക്ക് വേണ്ട കാർബോഹൈഡ്രേറ്റ്സ് കിട്ടിയിട്ടില്ല. അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ നിർബന്ധമായിട്ടും ഉരുളൻകിഴങ്ങ് കഴിക്കണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്റെ കൂടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, കമന്റ് ചെയ്ത് ചോദിച്ചോളൂ, തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരാം. അപ്പൊ എന്തായാലും ഞാൻ കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. ഞാനിവിടെ ഇപ്പൊ 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസസ് ആയി കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ സ്പ്രിങ്കിൾ ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഇതിപ്പോ അത്യാവശ്യം വലിയ സൈസ് ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് കഴിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും പറയാം കേട്ടോ. രാവിലെ നമ്മൾ ഉരുളൻകിഴങ്ങൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കണം, കാര്യമായിട്ട് അങ്ങനെ വിശക്കണമൊന്നുമില്ല. എന്നാലും മിഡ് മോർണിംഗ് സ്നാക്കിനായിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു കുക്കുംബർ ആണ്. അപ്പൊ ഇതിന്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇനി ഈ മിഡ് മോർണിംഗ് സ്നാക്കിന്റെയും ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇടയിലായിട്ട് വിശക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാട്ടോ. കഴിക്കുന്നത് പച്ചക്കറി ആയിരിക്കണം എന്ന് മാത്രം. ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും GM ഡയറ്റിൽ ഉപ്പെന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കണേ, അധികം ഒന്നും ചേർക്കരുത്. കാരണം ഉപ്പ് അധികം കഴിച്ചാലും നമുക്ക് വെയിറ്റ് കൂടും. പച്ചക്കറിയൊക്കെ പരമാവധി നമ്മൾ പച്ചക്ക് തന്നെ കഴിക്കാൻ നോക്കാം. ഒട്ടും പറ്റണില്ലെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർക്കാം.
ഇതാണ് നമ്മളുടെ ലഞ്ച്. ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, കുറച്ച് വെള്ളരിക്ക, പിന്നെ പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കൊക്കെ ഇതുപോലെ പച്ചക്ക് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് വേറെ ഏതെങ്കിലും പച്ചക്കറി കഴിക്കാം കേട്ടോ. എനിക്കതിൻ്റെ ടേസ്റ്റ് അങ്ങനെ വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് വെണ്ടക്കായ കഴിക്കാം. വെണ്ടക്കായ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. പിന്നെ നമ്മൾ ഈ ഡേ 2 ഫുൾ ഡേ പച്ചക്കറിയാണല്ലോ കഴിക്കേണ്ടത്. അപ്പോൾ ഓരോരോ സമയത്ത് പുതിയ പുതിയ പച്ചക്കറികൾ ട്രൈ ചെയ്യുക. സെയിം ഫുഡ് തന്നെ നിങ്ങൾ എല്ലാ സമയത്തും എടുക്കാതിരിക്കുക. ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡേ 1 വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായി. പിന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വഴി പ്രൈവറ്റ് മെസ്സേജ് അയച്ചിട്ട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായി. എന്തായാലും ഇത്രയും ഡൗട്ട്സ് വന്ന സ്ഥിതിക്ക് നമുക്കതൊരു സെപ്പറേറ്റ് Q&A വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് പിന്നീട് കാണുന്ന ആൾക്കാർക്ക് ആ സെയിം ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും ഈ ഒരു 7 ദിവസത്തിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ടൈം കിട്ടുകയാണെങ്കിൽ ചെയ്യാം. ആസ് യൂഷ്വൽ ഞാൻ എക്സസൈസ് അല്ല, ഈവനിങ് വാക്കിന് പോണേക്കാൾ മുമ്പ് മിഡ് ഈവനിങ് സ്നാക്ക് എടുക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റും പിന്നെ വെള്ളമാണ് കുടിക്കണത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ് വാക്കിന് വന്നിരിക്കുന്നത് വേറൊരു പാർക്കിലേക്കാണ്. കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ നാട്ടിലത്തെ പറമ്പ് അല്ലെങ്കിൽ ഒരു കാവ് പോലെയാണ്. ബാംഗ്ലൂർ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവില്ല. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നാട്ടിലല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഇരിക്കണേ. ഈ പാർക്ക് അങ്ങനെ അവർ വലിയ കാര്യമായിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യണില്ല കേട്ടോ. അത് കാരണം നിറച്ച് പുല്ലും കാടൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. എന്നാലും നാട്ടിൽ പോയൊരു ഫീലിംഗ് ആണ് ഇവിടെ വന്നു കഴിയുമ്പോൾ. അപ്പോൾ ഇന്നത്തെ നടത്തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ പോവാണ്. ഇപ്പോൾ ഇരുട്ടൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡും ഉണ്ണിയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഇന്ന് ഒഴിവ് ദിവസം ആയതുകൊണ്ടാണ് അവരും ഉണ്ടായിരുന്നു. ശരിക്കും ഒഴിവ് ദിവസമാണ് കേട്ടോ ഇതുപോലെ ഈവനിങ് വാക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ തന്നെ 6:30 ആ ഒരു സമയമൊക്കെ ആവും. അങ്ങനത്തെ ദിവസങ്ങളിലൊന്നും ഞാൻ ഈവനിങ് വാക്കിന് പോവാറില്ല. ഹായ്, ഞാൻ നടക്കാൻ പോയിട്ട് വീട്ടിൽ വന്നു. അപ്പൊ നിങ്ങളും ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ചെയ്യുക. ഒന്നില്ലെങ്കിൽ ചെറിയൊരു ബ്രിസ്ക് വാക്കെങ്കിലും എടുക്കുക കേട്ടോ. നമ്മൾ എന്നാലാണ് കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നടക്കാൻ പോകുന്നതിന് മുന്നേ മിഡ് ഈവനിങ് സ്നാക്ക് കഴിച്ചിട്ടാണ് പോയതെങ്കിലും നമ്മൾ നടന്നൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ക്ഷീണവും വിശപ്പൊക്കെ തോന്നും. അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചോണ്ടേ ഇരിക്കുക. എപ്പോഴും ഒരു ബോട്ടിൽ ഫുള്ള് വെള്ളം നമ്മളുടെ കൂടെ തന്നെ വെക്കുക കേട്ടോ. പുറത്ത് പോകുമ്പോഴും എടുത്തിട്ട് പോകാൻ മറക്കാതെ. എന്നിട്ട് ഇപ്പോൾ ഞാൻ പോയി വന്നതിന് ശേഷം കുറച്ച് കുക്കുംബർ കഴിക്കുന്നുണ്ട്. സ്ലൈസ് ചെയ്തെടുത്തിട്ടാണ് കഴിക്കണേ. ഡേ 2 ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗം കഴിഞ്ഞു. ഡിന്നർ പ്രിപ്പറേഷൻ ഉണ്ട്. ഡിന്നർ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ രാത്രി എന്തായാലും നമ്മൾ ഇനി പച്ചക്കൊന്നും കഴിക്കണില്ല കേട്ടോ. നമുക്കൊരു സൂപ്പ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് അളവൊന്നും ഞാൻ പറയണില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചക്കറി ചേർക്കാം. നിങ്ങൾക്കിപ്പോൾ ക്യാരറ്റാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ക്യാരറ്റിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. അങ്ങനെ മനസ്സിലായോ? അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ക്യാരറ്റിൻ്റെ 1/4 ഭാഗത്തോളമാണ്. അപ്പോൾ അത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ എടുത്തിട്ടുള്ളത് ബീൻസാണ്. ബീൻസും അതുപോലെ തന്നെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാം. എല്ലാ പച്ചക്കറികളും വളരെ ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മളുടെ സൂപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം, പിന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട്, പകുതി സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളി എനിക്കറിയാം നമ്മുടെ നാട്ടിലങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്നൊരു കാര്യമല്ല. ബ്രൊക്കോളി കിട്ടാത്തവർക്ക് കോളിഫ്ലവർ യൂസ് ചെയ്യാം. അപ്പോൾ കോളിഫ്ലവർ ആണെങ്കിലും ബ്രൊക്കോളി ആണെങ്കിലും നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. കാരണം പുഴുക്കളും പിന്നെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ ചെറിയ പീസായിട്ട് അതും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം എന്തൊക്കെ പച്ചക്കറികളാണ് എടുത്തതെന്നുള്ളത്. സവാള എടുത്തിട്ടുണ്ട്, ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, പിന്നെ ക്യാപ്സിക്കം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. നമ്മൾ GM ഡയറ്റിൽ ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഇനി ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മളെല്ലാ വെജിറ്റബിൾസും അതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം അതൊന്ന് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. ഇത് നന്നായിട്ട് നമുക്ക് ഇനി വെള്ളത്തിൽ കിടന്ന് വേവണം. അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം ആഡ് ചെയ്യാം.
ഇനി പാൻ മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വേവിച്ച് വെന്തുടയണ രീതിയിലെടുക്കാം. ഞാനങ്ങനെ ഫുള്ളായിട്ട് വേവിക്കാറില്ല. എപ്പോഴും പച്ചക്കറി നമ്മൾ ഫുള്ളായിട്ട് വേവിക്കാതെ കഴിക്കുന്നതാണ് ആരോഗ്യത്തിനും നല്ലത്. പിന്നെ ഇങ്ങനെ ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു പാകം, അങ്ങനെയാണ് ഞാൻ എടുക്കാറ്. അത് കാരണം ഒരു 3/4 വേവായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിതൊരു ചെറിയൊരു ചൂടോട് കൂടി തന്നെ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ സൂപ്പിന്. പറയുമ്പോൾ നമ്മളിതിൽ ടേസ്റ്റ് മേക്കേഴ്സോ മസാല പൗഡേഴ്സോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് നമ്മൾ കുറച്ച് ഉപ്പും കുരുമുളകും ഒരു ടേസ്റ്റിന് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പ് റെഡിയാവും. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ, കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം. പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. എല്ലാ വെജിറ്റബിൾസും കൂടി ചേർന്ന് അതിൻ്റെ ഒരു ടേസ്റ്റ് ആ സൂപ്പിലേക്ക് ഇറങ്ങിയിട്ട് എന്താ പറയുക, നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ്. നമ്മുടെ ഡേ 2 വീഡിയോ ഇവിടെ കഴിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഇനി നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയും അതുപോലെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓൾറെഡി എൻ്റെ കൂടെ GM ഡയറ്റ് ചെയ്യുന്നവർക്ക് ഓൾ ദ ബെസ്റ്റ്. നമ്മൾ 2 ദിവസം വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഡേ 3 ആണ് നാളെ വരുന്നത്. നാളെയും അതുപോലെ തന്നെ ഇന്ന് നമ്മൾ എങ്ങനെയാണോ സ്പെൻഡ് ചെയ്തത് നല്ലൊരു പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ നമ്മൾ 7 ദിവസം കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ നമുക്ക് ഇന്നത്തെ ഡേ അവസാനിപ്പിക്കാം. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.